ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനാകാതെ ബോബി ചെമ്മണ്ണൂർ. ജാമ്യ ഉത്തരവ് ഇതുവരെയും ജയിലിൽ എത്തിയിട്ടില്ല. അതേസമയം കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നതായി ഹൈക്കോടതി വിലയിരുത്തി. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ 3:30 ഹൈക്കോടതിയിൽ നിന്നും 4:45 ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് ലഭിച്ചിട്ടും രാത്രി 7 മണി വരെയും ഇത് ജയിലിലെത്തിച്ചില്ല. ഇതോടെ ജയിൽ സൂപ്രണ്ടും മടങ്ങി. 3 മണി മുതൽ കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ ബോച്ചയുടെ മോചനം കാത്തുനിന്ന ആരാധകരും ഇതോടെ നിരാശരായി മടങ്ങി. എന്താണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനത്തിന് തടസ്സമായതെന്നത് സംബന്ധിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങളാണ് ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടവർ നൽകുന്നത്. ഇതേസമയം ജാമ്യ ഹർജി പരിഗണിക്കവേ രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നുവെന്നും കോടതി വിലയിരുത്തി. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്പ്രയോഗം ദ്വയാർത്ഥത്തിലാണെന്നും ഏതൊരു മലയാളിക്കും ലളിതമായി മനസ്സിലാകുമിതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യ ആൾജാമ്യ വ്യവസ്ഥകൾ ബാധകമാക്കിയാണ് ജാമ്യം നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നിങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും. മറ്റുള്ളവരെ കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞു. ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ല. കറുത്തത്, തടിച്ചത്, മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജനം, കൊച്ചി.